Dear students, ഇന്നത്തെ സെക്ഷൻ മുതൽ നമ്മൾ AVR മൈക്രോ കൺട്രോളറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കാൻ തുടങ്ങുകയാണ്. AVRൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്ന പല ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ, ദെൻ ലോജിക് ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെയൊക്കെ പോകുന്നു ആ ഗ്രൂപ്പുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. ആ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററും ഒരു പോർട്ടും തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റയെ ഒരു രജിസ്റ്ററിലേക്ക് മാറ്റുന്നതാകാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 7 ടൈപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആസ് എ ഡിപ്ലോമ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ധാരാളം, ഇത്രയും തന്നെ അറിഞ്ഞിരുന്നാൽ മതിയാവും. പിന്നെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് ഓരോ പുതിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാനത് എന്താണെന്ന് അപ്പോൾ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് ഈ ഒരു 7 ടൈപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. മൂവ് RM, RL എന്ന് വെച്ചാൽ 2 രജിസ്റ്റർ തമ്മിലുള്ള ഡേറ്റ മൂവ്മെന്റ്. അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിന്റെ ജനറൽ സിൻടാക്സ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് RN എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് എന്തായിരുന്നു അത് RM എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ഇൻസ്ട്രക്ഷന്റെ ചേർന്ന് വരുന്ന രജിസ്റ്റർ ഏതാണോ അതായിരിക്കും ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, തൊട്ടിപ്പുറത്തുള്ളതായിരിക്കും സോഴ്സ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മൂവ് R16, R70. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും R16 എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? R17ലെ കണ്ടന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് R17ലുള്ള വാല്യൂ എന്താണോ അത് R16ലേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻ പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലോഡ് ഇമ്മീഡിയറ്റ് ഡേറ്റ. ജനറൽ ഫോർമാറ്റ് ഇതാണ്, LDI RN, ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ ചില മീനിങ് എന്താണ്? ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റ, ഒരു ഡേറ്റയെ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണിത്. ദറ്റ് ഈസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. ഈ LDI എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ഇമ്മീഡിയറ്റ്. ഇമ്മീഡിയറ്റ് എന്നുള്ളതിനാണ് ഈ I കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ, ഈ ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് ഒരു ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റയെ ഈ ഇൻസ്ട്രക്ഷനിൽ പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യിക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോളാം. LDI R16, സിമ്പിൾ ഇട്ടിട്ട് 05 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാര്യം നമ്മളത് ഡേറ്റ ഫോർമാറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഡേറ്റയെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. ആ ക്ലാസ് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്, എന്നാലേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അത് കേട്ടിട്ടില്ലാത്തവർ ഇവിടെ ഒരു ഐ ബട്ടണിനകത്തൊരു വീഡിയോ വരും, അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീവിയസ് ക്ലാസ് കേൾക്കാനായിട്ട് പറ്റും. ഇനി LDI ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. LDI എന്ന ഇൻസ്ട്രക്ഷൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് R16 തൊട്ട് R31 വരെയുള്ള 16 രജിസ്റ്റേഴ്സിനെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം AVRൽ മൊത്തത്തിൽ 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നെയിം ചെയ്തിരിക്കുന്നത് R0 to R31 എന്നാണ്. പക്ഷേ നമുക്ക് LDI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ കൂടെ R16 തൊട്ട് R31 വരെയുള്ള 16 രജിസ്റ്ററിനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോഴൊക്കെ ഓർക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അതാണ് ഞാൻ ഈ R16 തന്നെ വെച്ചിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് എന്താണ്? ഒരു ഡേറ്റ ഉണ്ടായിരുന്നു, ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റ ഉണ്ടായിരുന്നു. ആ ഡേറ്റ എങ്ങോട്ടേക്ക് ചെല്ലുന്നു? R16ലേക്ക് ചെല്ലുന്നു. ദാറ്റ് ഈസ് R16ന്റെ വാല്യൂ എന്തായിട്ട് മാറുന്നു? ഈ ഒരു ഡേറ്റ ആവുന്നു. നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് ലോഡ് ഫ്രം ഡേറ്റ സ്പേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് LDS. ഈ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു മെമ്മറിയിലുള്ള ഒരു ഡേറ്റയെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് LDS രജിസ്റ്റർ, അഡ്രസ്. അപ്പോൾ ഈ ഒരു മെമ്മറി അഡ്രസ്സിൽ ഏത് ഡേറ്റയാണോ ഉള്ളത് അത് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ദറ്റ് ഈസ് ലോഡ് ഫ്രം ഡേറ്റ സ്പേസ്. ഡേറ്റ സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? മെമ്മറി. അപ്പോൾ മെമ്മറിയിലുള്ള ഡേറ്റ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണിത്. ഇവിടെ നമുക്ക്
ഫുൾ 32 രജിസ്റ്റേഴ്സിന് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് R0 തൊട്ട് R31 വരെയുള്ള എല്ലാ രജിസ്റ്റേഴ്സിനെയും നമുക്ക് LDS എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. LDS R16,$140. അപ്പോൾ ഇവിടെ എന്താണ് 140 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ അഡ്രസ്സ്, ദാറ്റ് ഈസ് 0x140 എന്ന് പറയുന്ന അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണോ ഉണ്ടായിരുന്നത് അത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും R16 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മാറി. ഞാനിവിടെ R16 എന്ന് പറയുന്ന രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. 0 to 31 ഉണ്ട് നമുക്ക് രജിസ്റ്റേഴ്സ്. അതിൽ ഏത് വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്പാണ് ലോഡ് ഫ്രം പോർട്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇൻ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, IN. ഇപ്പോൾ ഇൻ ഔട്ട് എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇതിൽ. അത് നമ്മൾ പോർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോർട്ടിൽ നിന്നും ഒരു ഡേറ്റയെ രജിസ്റ്ററിലേക്ക് മാറ്റണം. രജിസ്റ്റർ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? മൈക്രോ പ്രോസസ്സറിന് അകത്താണ്, അല്ലെ CPU-നകത്താണ് രജിസ്റ്റേഴ്സ് ഉള്ളത്, അല്ലെ ഇന്റേണൽ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു പോർട്ടിലുള്ള ഒരു ഡേറ്റയെ പ്രോസസ്സറിനകത്തേക്ക് എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോർട്ട് നമുക്കറിയാം, മെഗാ 32-ന് 4 പോർട്ടാണുള്ളത്. പോർട്ട് A, പോർട്ട് B, പോർട്ട് C ആൻഡ് പോർട്ട് D. അതുകൊണ്ടാണ് ഞാനിവിടെ X എന്ന് എഴുതിയിരിക്കുന്നത്. X A to D ഏത് വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ ഇവിടെ രജിസ്റ്റേഴ്സ് ഏത് രജിസ്റ്റർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 0 തൊട്ട് 31 വരെയുള്ള ഏത് രജിസ്റ്റേഴ്സും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ R16, പോർട്ട് B. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പോർട്ട് B എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തെ കണ്ടന്റ് എന്താണോ ആ വാല്യൂ R16 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത്, ദാറ്റ് ഈസ് പോർട്ടിൽ നിന്നൊരു ഡേറ്റ എടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഇൻ ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ടൈപ്പാണ് ലോഡ് ടു പോർട്ട്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് പോർട്ടിൽ നിന്നും പ്രോസസ്സറിലേക്ക് എടുക്കുന്നതായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് പ്രോസസ്സറിൽ നിന്നും, ദാറ്റ് ഈസ് CPU-വിൽ നിന്നും പോർട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോസസ്സറിനകത്തുള്ള ഒരു ഡേറ്റ, ദാറ്റ് ഈസ് രജിസ്റ്ററിനകത്തുള്ള ഒരു ഡേറ്റയെ പോർട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഔട്ട് ഇൻസ്ട്രക്ഷൻ. ദാറ്റ് ഈസ് കൊടുക്കുക എന്നുള്ളതാണ്. പോർട്ടിലേക്ക് കൊടുക്കുന്നു, അപ്പോൾ ഔട്ട്പുട്ട് അല്ലെ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്? ഔട്ട് ഇൻസ്ട്രക്ഷൻ. ഇതാണ് ഇതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത്. ഔട്ട് പോർട്ട് X, RN. ഇവിടെയും X എന്ന് പറയുന്നത് ഏത് പോർട്ട് വേണമെങ്കിലും ആകാം. ദാറ്റ് ഈസ് A to D ഏത് പോർട്ട് വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ രജിസ്റ്റർ 0 to 31 ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഔട്ട് പോർട്ട് B, R16. അപ്പോൾ എന്താണ് ഇവിടെ R16 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് എന്ത് വാല്യൂ ആണോ ഉണ്ടായിരുന്നത് അത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പോർട്ട് ബിയിലേക്ക് മാറും. അപ്പോൾ അതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് പോർട്ടിലേക്ക് ഒരു ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഔട്ട് എന്ന് പറയുന്ന ഈ 2 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് മറക്കാണ്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷൻസ് പോർട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്. പോർട്ടിൽ നിന്നും ഒരു ഡേറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ പോർട്ടിലേക്ക് ഒരു ഡേറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പുഷ് ടു സ്റ്റാക്ക്, പുഷ് RN എന്ന് പറയും. അപ്പോൾ സ്റ്റാക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ മൈക്രോ കൺട്രോളർ പഠിച്ച സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നതാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടി വരുന്ന ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ മെമ്മറിയുടെ തന്നെ ഒരു പോർഷൻ ആണ് സ്റ്റാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടി വരുന്ന ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാരൽ ടൈപ്പ് മെമ്മറിയാണ്. സ്റ്റാക്ക് എന്ന് പറയുന്ന മെമ്മറിക്ക് 2 ഓപ്പറേഷൻസ് ആണുള്ളത്, പുഷ് ആൻഡ് പോപ്പ്. പുഷ് എന്ന് പറയുന്നത് ഒരു മെമ്മറിയിലേക്ക് നമ്മൾ സാധാരണ റൈറ്റ് ചെയ്യുന്നു എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് പകരം സ്റ്റാക്ക് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന പേര് പുഷ് എന്നാണ്. ഇനി സ്റ്റാക്കിൽ നിന്ന് നമ്മളൊരു ഡേറ്റ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പോപ്പ് എന്നാണ്. അപ്പോൾ പുഷ് പോപ്പ് എന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഉള്ളത്. സ്റ്റാക്കിലേക്ക് ഒരു ഡേറ്റയെ സ്റ്റോർ ചെയ്യണം, ദാറ്റ് ഈസ് സ്റ്റാക്കിലേക്ക് ഒരു ഡേറ്റയെ റൈറ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ എവിടെയുണ്ട്? രജിസ്റ്ററിലുണ്ട്. അപ്പോൾ രജിസ്റ്ററിലുള്ള ഡേറ്റയെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, പുഷ് R16. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് R16 ഏത് വാല്യൂ ആണോ ഉണ്ടായിരുന്നത് അത് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ആവും.
സ്റ്റാക്ക് മെമ്മറി എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ പിന്നീട് തരാം. ഇപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ഇതും സ്റ്റാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് പോപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. പോപ്പ് RN എന്ന് വെച്ചാൽ സ്റ്റാക്കിലുള്ള ഒരു ഡേറ്റയെ റീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സിൻടാക്സ് ഇതാണ്, പോപ്പ് RN എന്ന് പറയുന്നത്. ഇവിടെ ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പുഷിനും അങ്ങനെയായിരുന്നു, 0 to 31 ഏത് രജിസ്റ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പോപ്പ് R17. ഇതിന്റെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും R17 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തേക്ക് സ്റ്റാക്കിൽ എന്താണോ ഉണ്ടായിരുന്നത് ആ വാല്യൂ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ സ്റ്റാക്ക് മെമ്മറിയിലുള്ള ഒരു ഡേറ്റ രജിസ്റ്ററിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് മെമ്മറിയായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റാക്കുമായിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്ന 2 ഇൻസ്ട്രക്ഷനാണ് പുഷ് ആൻഡ് പോപ്പ്. ഇത് ഇന്ന് നമ്മൾ പഠിച്ച ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു സമ്മറിയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. താങ്ക്